രേഷന്ദ്രൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മമ്മൂക്കയാണോ ലാലേട്ടനാണോ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് എന്നുള്ളത്. അപ്പം അതിനകത്ത് ഇന്നലെ ഞാൻ ഒരു 2 ചാനലിൽ 2 ഓൺലൈൻ ചാനലുകളുടെ വീഡിയോ ഞാൻ കാണുന്ന സമയത്ത് ഒരെണ്ണത്തിനകത്ത് ആദ്യം ഞാൻ കണ്ട ഒരു വീഡിയോയ്ക്കകത്ത് പഴയ ഒരുത്തനെ, അതായത് മുമ്പ് മമ്മൂക്കയ്ക്കെതിരെ അനാവശ്യമായിട്ടുള്ള ചില വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരാളെ ഒരു 3 മണിക്കൂറോളം, അതായത് 1 മണിക്കൂർ വീതം 3 എപ്പിസോഡായിട്ട് ഒരു ചാനൽ ടെലികാസ്റ്റ്, ഒരാളുടെ ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്ത് അയാളെ വേറൊരു ചാനലുകാരൻ പൊക്കിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ എവിടുന്നോ പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് അയാളെ കൊണ്ടിരുത്തി കുറേ പറയിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ എന്തോ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എന്തോ ഒരു പുസ്തകം ഇപ്പം ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ഇന്നലെയായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ ഒരു സമ്മാനമായിട്ട് ആ ബുക്ക് അങ്ങ് നല്ല രീതിയിലുള്ള സമ്മാനമല്ല കൊടുക്കുന്നത്, സമ്മാനമായിട്ട് അങ്ങ് കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പം ഏതാണ്ട് 2-3 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ പുസ്തകം ഇറക്കും, എൻ്റെ കയ്യിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു വട്ടം എടുത്തുകൊണ്ട് വന്ന ആരോപണങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയ ഒരാൾ ഇനി എന്ത് ആരോപണമായിട്ട് ഇവിടെ വന്നിട്ട് എന്താ കാര്യം? എന്നിട്ട് അയാൾ പറയുന്നത് വെച്ചാൽ മമ്മൂക്ക ഫാൻസ് അയാളെ തെറി വിളിച്ചു, അയാൾക്ക് രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണമായിരുന്നു അയാൾ നേരിട്ടതെന്ന്. അനാവശ്യമായ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആൾക്കാർ അതിനെ ചോദ്യം ചെയ്തെന്നിരിക്കും. കാര്യം വാക്കുകളിലൂടെ ചോദ്യം ചെയ്യും, മാന്യമായ വാക്കുകളിലൂടെ ആരെയും വിമർശിക്കാം, ചോദ്യം ചെയ്യാം. അപ്പോൾ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമില്ല. കാര്യം ഒരിക്കൽ പൊട്ടിപ്പൊളിഞ്ഞ ആരോപണങ്ങളുമായിട്ട് ഇനി ഒന്നുകൂടെ ഒന്ന് തേച്ച് മിനുക്കി കുറച്ചുകൂടെ മിനുസപ്പെടുത്തി ഇനി പുതിയ ആരോപണങ്ങളുമായിട്ട് വരുമെന്നായിരിക്കും. ആരൊക്കെ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ശരി, അയാളുടെ ആഗ്രഹം പോലെ മമ്മൂക്കയെ വീഴ്ത്താനോ മമ്മൂക്കയ്ക്ക് ഇനി ഒരു റീ എൻട്രി ഇല്ലാതാക്കാനോ, കാര്യം വീഴുന്നെങ്കിലല്ലേ ഒരു റീ എൻട്രിയുടെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഒരു മമ്മൂക്കയെ വീഴ്ത്തിക്കളയാൻ മമ്മൂക്കയ്ക്ക് ഒരു റീ എൻട്രി ഉണ്ടാകത്തില്ലെന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ അയാൾ അന്നതൊക്കെ പറഞ്ഞത്. ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പം വീണ്ടും ഒരിക്കൽ കൂടി എന്തായാലും ആ ചാനലിന് കുറച്ച് വ്യൂസ് കിട്ടി അയാളെ വിളിച്ചുകൊണ്ട് വന്നിരുത്തി പറഞ്ഞപ്പം. പിന്നെ ആ ചാനലിലെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അയാളെ സപ്പോർട്ട് ചെയ്ത് മമ്മൂക്കയെ തെറി പറഞ്ഞിട്ടും അതിൻ്റെ താഴെ ഇഷ്ടം പോലെ കമന്റുകളുണ്ട്. അപ്പോൾ അതൊന്നും ആർക്കും കാണണ്ട. പിന്നെ ഒരുത്തൻ വേറൊരു ചാനലുകാരൻ, അതിപ്പോൾ ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്ത ഒരു ചാനലുകാരൻ, അയാൾ പറഞ്ഞേക്കുന്നത് മമ്മൂട്ടി പലപ്പോഴും ആളുകളെ വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളാണ്, മമ്മൂക്കയോട് എപ്പോഴും ഒരു സോഫ്റ്റ് ആയിട്ടാണ് ആൾക്കാർ പെരുമാറുന്നത്. എന്നിട്ട് അയാൾ കുറേ ഉദാഹരണങ്ങൾ പറയുന്നത്, മമ്മൂക്ക വെളുത്ത പഞ്ചസാരയും കറുത്ത ശർക്കരയും എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക ആരും ഒന്നും പറഞ്ഞില്ലെന്ന്. നമ്മളൊക്കെ കണ്ടത് ആ മനുഷ്യൻ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ, അതായത് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്നത് നമ്മൾ കണ്ടതാ. എന്തായാലും ആ പ്രാവശ്യം മമ്മൂക്ക മാപ്പ് പറയാനോ ക്ഷമ ചോദിക്കാനോ ഒന്നും പോകാഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. കാര്യം ആ മാതിരിയായിരുന്നു അദ്ദേഹത്തിനെ അത്രയും മോശമായിട്ട്. പിന്നെ ജൂഡാനയുടെ കേസിൽ നമ്മൾ കണ്ടത്, അതിനകത്ത് പിന്നെ മമ്മൂക്ക ഖേദം പ്രകടിപ്പിച്ചു. കാര്യം നല്ല ഉദ്ദേശത്തിൽ പറയുന്നതിനെ പോലും വളച്ചൊടിച്ച് മമ്മൂക്കയെ പറയുന്ന ഇതൊന്നും ആ ചാനലിന്റെ ആങ്കർ എന്ന് പറയുന്ന അവൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മമ്മൂക്ക ഇടത്തോട്ട് മുണ്ടുകൊടുക്കുന്നു, തലയിൽ തൊപ്പി ധരിക്കുന്നു, അത്തരത്തിലുള്ള മതചിഹ്നങ്ങളുമായിട്ട് മമ്മൂക്ക നടന്നിട്ടൊന്നും മമ്മൂക്ക ആരും ഒന്നും പറയുന്നില്ലെന്ന്. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഇപ്പോൾ വലത്തോട്ട് മുണ്ടുകൊടുത്ത ചന്ദനക്കുറി തൊട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ? ഇപ്പം മമ്മൂക്ക ഇടത്തോട്ട് മുണ്ടുകൊടുത്ത് തലയിൽ തൊപ്പി വെച്ചെങ്കിൽ ഇപ്പോൾ ലാലേട്ടൻ വലത്തോട്ട് മുണ്ടുകൊടുത്ത് നെറ്റി ചന്ദനക്കുറി തൊട്ടതിന് ലാലേട്ടനെ ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ? അങ്ങനൊന്നും ആരെയും പറയാറില്ല. പിന്നെ അയാൾ പറയുന്ന പാർവതി തിരുവോത്തിന് അവരുടെ കരിയർ തന്നെ അവസാനിപ്പിച്ചത് മമ്മൂക്ക ഫാൻസാണ്, മമ്മൂക്കയായിട്ടുള്ള പ്രശ്നത്തിന്റെ മൂലം. അപ്പോഴും അയാൾ ഒരു കാര്യം വിട്ടുപോയി, മമ്മൂക്കയുടെ പുഴു എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നായികയാക്കിയതാണ് പാർവതിയെ. അത് വല്ലവരും നിർമ്മിച്ചതൊന്നുമല്ല, മമ്മൂക്കയുടെ സന്തത സഹചാരിയെന്നോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ എപ്പോഴും കൂടെ ഉണ്ടാവുന്നെന്ന് പറയുന്ന അല്ലെങ്കിൽ മാനേജർ എന്ന് പറയാവുന്ന എനിക്കൊന്ന് ജോർജ് നിർമ്മിച്ച സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹം നിർമ്മിച്ച സിനിമയാണ്. അപ്പോൾ അതിലേക്ക് മമ്മൂക്ക അറിയാതെ പാർവതി എന്ന് പറയുന്ന ഒരു നടിയെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യുമോ? ഇല്ല. അപ്പം ആ സിനിമയ്ക്കകത്ത് മമ്മൂക്ക പാർവതിയെ കൊണ്ടുവന്ന് നായികയായിട്ട് തന്നെ അഭിനയിപ്പിച്ചു. അപ്പം എന്നിട്ട് പിന്നെ മമ്മൂക്കയാണോ അല്ലെങ്കിൽ മമ്മൂക്ക ഫാൻസ് ആണോ പാർവതിയുടെ കരിയർ അവസാനിപ്പിച്ചത്? പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ബോധമില്ലാതെ വിളിച്ചു പറഞ്ഞിട്ട് ഇനിയും എന്തൊക്കെയോ വിളിച്ചു പറയാൻ വേണ്ടി വരുന്നെന്ന് പറയുന്ന ഒരുത്തൻ്റെ ഇഷ്യൂ എടുത്തിടുന്നുണ്ട്. അപ്പം ഇവനൊക്കെ ഈ മമ്മൂക്ക എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണം, ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ആക്ഷേപിക്കണം, ഇല്ലാതാക്കണം. എനിക്കതാ മനസ്സിലാവാത്ത. ഇതിനും വേണ്ടി രൂക്ഷമായിട്ടുള്ള സൈബർ, നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതിനിടയിൽ കൂടെ നമ്മൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ, കാര്യം അവരുടെ പെർഫോമൻസ് പോരാ, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ അഭിനയം ശരിയാവുന്നില്ല, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ ശരിയാവുന്നില്ല, അല്ലെങ്കിൽ സിനിമ ശരിയാവുന്നില്ല എന്നൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മമ്മൂക്കയെ അല്ലെങ്കിൽ ലാലേട്ടനെയൊക്കെ കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് കയറി നമ്മൾ ആരെയും പറഞ്ഞിട്ടില്ല. അതായത് മമ്മൂക്കയുടെ ലൈഫ് അങ്ങനെയാണ്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ലാലേട്ടൻ എന്താ അങ്ങനെ ചെയ്യുന്നത്, ലാലേട്ടൻ എന്താ ഇങ്ങനെ, അതൊന്നും നമ്മളാരും ചോദിച്ചിട്ടില്ല. നമ്മളൊക്കെ എല്ലാവരും ഈ പറഞ്ഞ കണക്ക് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ രീതിക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മമ്മൂക്കയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തിടുന്നത്, അതായത് രസം എന്താണെന്ന് വെച്ചാൽ ഈ 2 ചാനലുകളും എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനെ പ്രതിനിധീകരിക്കുന്നതെന്ന് വരുത്തി തീർക്കുന്ന 2 ചാനലാണ്. യഥാർത്ഥത്തിൽ അവന്മാർക്ക് കച്ചവടം മാത്രം അതിനകത്തുള്ളത്, അല്ലാതെ യാതൊരുവിധ മതത്തിനോടുള്ള താല്പര്യവും ഇല്ല, മതത്തിനോട് യാതൊരു സ്നേഹവും ഇല്ല. കാര്യം അത് വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന
ഇതിപ്പോൾ എല്ലാ മതത്തിൻ്റെയും ഇങ്ങനെ രീതി കാണിക്കുന്ന ചാനലുകളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ചില ചാനലുകൾ, അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഉടനെ ഈ കടുത്ത വർഗീയത ഉള്ള ആൾക്കാർ എല്ലാ മതത്തിലും ഉണ്ട്. ഒരു മതത്തിലല്ല, എല്ലാ മതത്തിലും വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്, നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത്രയും വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ചില ആൾക്കാർ അതിൻ്റെ താഴെ വന്ന് 2 ചാനലിൻ്റെയും താഴെ ഈ തലയ്ക്ക് വെളിവില്ലാതെ വിളിച്ചു പറഞ്ഞിട്ട് ഇനിയും വിളിച്ചു പറയാൻ നിൽക്കുന്നെന്ന് പറഞ്ഞ് അവൻ്റെ വീഡിയോയുടെ താഴെയും കൊണ്ടുവന്ന് മമ്മൂക്ക ചീത്ത പറഞ്ഞ് അവന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവന് വരെ സപ്പോർട്ട് കൊടുക്കേണ്ടെന്ന ഗതികേടുള്ള കുറേ നാറികൾ ഈ നാട്ടിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. ഈ വീഡിയോയുടെ താഴെയും ഇത് ചെയ്തു വെച്ചിരിക്കുന്നവൻ്റെ താഴെയും കൊണ്ടുവന്ന് അല്ലേലും മമ്മൂട്ടി അങ്ങനെയാണ്, മമ്മൂട്ടി ഇങ്ങനെയാണെന്ന് കുറേ കമൻറ്റ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ വായി നോക്കികൾ കുറേ നാളായിട്ട് ഇതുപോലുള്ളവന്മാരെ വെച്ചിട്ടാണ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞ്, ഇത് നമ്മുടെ ഒരു കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരാളുടെ കഴിവിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. അതിനോടൊപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിക്കുണ്ടെങ്കിൽ അത് ശരിയാവണമെന്നോ തെറ്റാവണമെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ നമുക്ക് വിമർശിക്കുകയും ചെയ്യാം. നേരെ മറിച്ച് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ കയറിയിട്ട് നമ്മൾ ആരും ഇന്നുവരെ വിമർശിച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഇതുപോലുള്ള ചാനലുകൾ, ഇതിനൊക്കെ നിർബന്ധമായിട്ടും, അത് ഞാൻ പറഞ്ഞ കണക്ക് ഏതെങ്കിലും ഇത്തരത്തിലുള്ള രീതിയിൽ ചെയ്യുന്ന എല്ലാ ചാനലുകൾക്കും ഒരു ബാൻ ചെയ്യേണ്ടുന്ന ഒരു വ്യവസ്ഥ. അതെങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ബാൻ ചെയ്യുകയല്ലോ, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ രണ്ടും കണ്ടിട്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മളവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോയുടെ രൂപത്തിലും ഇത്തരത്തിലുള്ള എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തണം. അത്രയേ ഉള്ളൂ. താങ്ക് യു.